എൻ്റെ പൊന്ന് ഗായ്സ്, ഒരു രക്ഷയില്ല. ഇതെന്ത് സ്വർഗവും. അയ്യോ, ഞങ്ങളെന്താ പറയുന്നത്, വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പം നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. എന്താണ് കപ്പഡോക്യ, എങ്ങനെയാണ് ഉണ്ടായത്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറയുമായിരുന്നു. ഇതാണ് നമ്മുടെ ഗുരമെ വ്യൂ പോയിൻ്റ്, ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ട്, ഈ കൂട് പോലിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുന്നേ വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടായ ശേഷം ഉണ്ടായ റോക്ക് ഫോർമേഷൻസ് ആണ്. അപ്പം ഇത്തരം റോക്ക് ഫോർമേഷൻസ് സോഫ്റ്റ് റോക്സ് ആണ്. തുറന്ന് നമുക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റും. സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത, വളരെ ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ചൂട് കാലങ്ങളിൽ നമുക്ക് അതിനകത്ത് തണുപ്പ് കിട്ടും, തണുപ്പ് കാലങ്ങളിൽ നമുക്ക് ചൂടും കിട്ടും. അപ്പോൾ അത്തരം ഇൻസുലേഷനൊക്കെ ഉള്ള ഒരു പ്രകൃതിയാൽ തന്നെ ഉണ്ടായ ഒരു അത്ഭുതമാണ് ഈ കാണുന്ന റോക്ക് ഫോർമേഷൻസ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ മോഡേൺ സിവിലൈസേഷനിൽ ഇപ്പോഴും ചില ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്, അത്തരം റോക്സിൽ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചിമ്മിനീസിനകത്തേക്ക് നമുക്ക് പോകാട്ടോ. അവരെങ്ങനെയാണ് പണ്ടത്തെ മനുഷ്യർ ഇവിടെ താമസിച്ചത് നമുക്ക് നോക്കാം. ഗായ്സ്, ഇത് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടിയാണ്. കാരണം അവിടെ ഇപ്പോൾ കുറേ ആണ് തന്നെ അടിച്ച് വീണു. ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിങ്ങി പോന്നു. കാരണം വന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ മിസ്സായി പോകും. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് കയറി. പക്ഷേ ഭയങ്കര സ്ലിപ്പറിയാണ്. കാരണം അങ്ങനെ ഒരു ചിമ്മിനിക്കകത്തേക്ക് കയറി അതിസാഹസ്യമായിട്ട് കയറിയേക്കുവാണ്.